എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസത്തിനായി നമുക്ക് ദൈവാനുഗ്രഹം പഠിക്കുന്നു ഈ അസംബ്ലി ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി സ്ത്രീ കൂട്ടുകാരെ ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരാണ് നമ്മുടെ മനസ്സിലെ ചിലവുകളാവുന്നു. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് പ്രധാനമാണല്ലോ. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നതിനായി നക്ഷത്രയെ ക്ഷണിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ: സംസ്ഥാനം പുതുക്കിയ ബസ്. ഇന്ന് പഴഞ്ഞരുടെ ജന്മദിനമാണ് നമ്മൾ വായനാ ദിനമായി ആഘോഷിക്കുന്നത്. വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനായി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുമാരി മേനയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് ഏഷ്യാനെറ്റ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. വാക്കുകളുടെ കാലങ്ങളെ സൃഷ്ടിക്കുന്ന ഊർജ്ജമായി നമുക്ക് ഏവർക്കും പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട മാനേജർക്ക് റവറൻഡ് ഫാദർ ജോസഫ് മുണ്ടിക്കനെ നമ്മോട് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വായന നമ്മളെ പല ചിന്തയിലേക്കും ഉയർത്തും. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ റവറൻഡ് സോഫിയെ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വായനാ ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. വായനാ ദിനത്തിന്റെ പ്രാധാന്യം എന്താണെന്നോ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിനും അറിവ് പുലർത്തുന്നതിനും വേണ്ടി FM റേഡിയോ ആരംഭിക്കുന്നു. FMന്റെ ലോഗോ പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട മാനേജർ അച്ഛനെയും പ്രിൻസിപ്പൽ സിസ്റ്ററെയും ക്ഷണിക്കുന്നു. നമ്മുടെ ഈ വായനാ ദിനം വായന വാരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ജൂൺ 19 തുടങ്ങുന്ന പരിപാടികൾ ജൂൺ 30 കൂടിയാണ് അവസാനിക്കുന്നത്. ഒരാഴ്ച കാലത്തെ ഒരു വായന ഉത്സവമായിട്ടാണ് എല്ലാ സ്കൂളുകളും ഈ വായന വാരം ആഘോഷിക്കുന്നത്. നമ്മുടെ സ്കൂൾ അത്തരത്തിൽ ഒരുപാട് പരിപാടികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്.